കർത്താവിൻ്റെ വചനം കേൾക്കാൻ ആഗ്രഹത്തോടെ ഇരിക്കുന്ന എല്ലാവർക്കും കർത്താവ് ആ വചനത്തിൻ്റെ ശക്തിയും ആ വചനത്തിലെ സൗഖ്യവും വചനത്തിലൂടെയുള്ള സമാധാനവും നൽകട്ടെ. യേശു തൻ്റെ ശിഷ്യന്മാരെ ഇരണ്ടായിട്ട് അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഒരു വീട്ടിൽ ചെന്നാൽ നിങ്ങളിലുള്ള സമാധാനം അവിടെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ സമാധാനം അവിടെ കൊടുക്കാൻ കഴിയും എന്നാണ് യേശു അവരെ പറഞ്ഞ് പഠിപ്പിച്ചത്. എവിടെ ചെന്നാലും സന്തോഷം കൊടുക്കാൻ കഴിയും, സമാധാനം കൊടുക്കാൻ കഴിയും, സൗഖ്യം കൊടുക്കാൻ കഴിയും, വിടുതലുകൾ കൊടുക്കാൻ കഴിയും. ഇതാണ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൽ നിന്ന് ലോകത്തിന് ലഭിക്കേണ്ടത്. എന്നാൽ പിശാച് ചെയ്യുന്ന ചതി എന്ന് വെച്ചാൽ ഒരു വിശ്വാസിയിൽ നിന്ന്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു എന്ന് പറയുന്ന ഒരു വിശ്വാസിയിൽ നിന്ന് ഈ സമൂഹത്തിന് വെളിച്ചം കിട്ടുന്നില്ല, ഉപ്പ് ലഭിക്കുന്നില്ല. ഈ വെളിച്ചത്തിനും ഉപ്പിനും ചെലവുണ്ട്. നമ്മുടെ വീട്ടിലെ രാത്രി ലൈറ്റ് ഇടണമെങ്കിൽ അതിനൊരു ചെലവുണ്ട്. നമ്മൾ കറണ്ട് ബില്ല് കൊടുക്കണം. പഴയ കാലത്ത് വിളക്ക് കത്തിക്കണമെങ്കിൽ മണ്ണെണ്ണ ഒഴിക്കണം, അതിനൊരു ചെലവുണ്ട്. ഒരു മെഴുകുതിരി കത്തിച്ചാൽ പോലും അതിനൊരു വിലയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അത് ഉരുകി ഇല്ലാതെയാകും. വെളിച്ചത്തിന് ചെലവുണ്ട്. അപ്പോൾ ചിലവായി പോകുന്നതും തിരിച്ചു കിട്ടാത്തതുമായ ഒന്നാണ് വെളിച്ചം. അത് ചെലവാകുന്നതാണ്. അതിൻ്റെ പുറകിൽ ഒരു വിലമുടക്കലുണ്ട്. അതുപോലെ തന്നെയാണ് ഉപ്പും അതിനൊരു ചെലവുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ചേർന്ന് പോകും, തിരിച്ചെടുക്കാൻ കഴിയില്ല. വെളിച്ചവും ഉപ്പും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന ഒന്നാണ്. അതിനൊരു വലിയ വിലയുണ്ട്. വിളക്ക് കത്തിച്ചിട്ട് പറയിട്ട് മൂടരുതെന്ന്, അതായത് അളന്ന് വെളിച്ചം കൊടുക്കരുത്. പറയെന്ന് പറയുന്നത് നെല്ലൊക്കെ അളക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണം, ഒരു പാത്രം, മരപാത്രമാണ്. എന്നാൽ അതിട്ട് മൂടരുതെന്ന്, കട്ടിലിൻ്റെ കീഴെ മൂടി വെക്കരുത്. ഇത് എല്ലാവർക്കും ഈ വെളിച്ചം കിട്ടേണ്ടതിന് ഈ വെളിച്ചത്തെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകണം. ഇതിനെ മൂടിക്കളയരുത്. അപ്പോൾ നാം മറ്റുള്ളവർക്ക് വെളിച്ചമായിരിക്കണം, മറ്റുള്ളവർക്ക് ഉപ്പായിരിക്കണം, മറ്റുള്ളവർക്ക് സൗഖ്യമായിരിക്കണം. യേശുവിൻ്റെ മക്കളെന്ന് അവകാശപ്പെടുന്ന നാം ഇത് ചെയ്യുന്നില്ലെങ്കിൽ നാം വിശ്വാസികളല്ല എന്നർത്ഥം. നാം പേരിന് ക്രിസ്ത്യാനിയാണ്. അതായത് പേരിൽ ക്രിസ്ത്യാനിയാണ്, നേരിൽ ക്രിസ്ത്യാനിയല്ല. ഒന്നുകൂടി പറഞ്ഞാൽ ക്രിസ്തീയ ഹാനിയാണ്. നാം ദൈവത്തിന് ഫലം കായ്ക്കണം. ഇത് കർത്താവിൻ്റെ വചനം പറയുന്നു. ഈ പുതിയ വർഷത്തിൻ്റെ പകുതിയിലേക്ക്, ആദ്യ മാസത്തിൻ്റെ പകുതിയിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ നമ്മിൽ നിന്ന് ചെലവാകേണ്ടത് വെളിച്ചമാണ്. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ഇന്ന് നമ്മിലാണ്. കാരണം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നത് കൊണ്ട് നാം പ്രകാശിക്കണം. ഈ സന്ദേശം നിങ്ങളുടെ അകത്ത് ഒരു ബലമായി, ഒരു ദൂതായി നിങ്ങൾ സ്വീകരിക്കണം. കർത്താവ് അതിനുള്ള കൃപ നിങ്ങൾക്ക് നൽകും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. In his time, he makes all things beautiful. In his time, Lord, please show me every day as you're teaching me your way, that you do just what you say in your time. Lord, please show me every day as you're teaching
in your time, in your time. You make all things beautiful in your time. Lord, my life to you I bring. May each song I have to sing be to you a lovely thing in your time. Lord, my life to you I bring. May each song I have to sing be to you a lovely thing in your time. Do something new in my life, something new in my life, something new in my life. Oh Lord, do something new in my life, something new in my life, something new in my life. Oh Lord, do something new in my life, something new in my life, something new in my life. Oh Lord, do something new in my life, something new in my life, something new in my life. Oh Lord. ഇന്ന് തിങ്കളാഴ്ചയും നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം തുടരുകയാണ്. ഈ ആഴ്ച മുഴുവനും നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലൂടെ പോകണം. എന്താണത്? യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. ഓരോ വാക്കുകൾക്കും വളരെയധികം വിലയുണ്ട്. വാക്കുകൾക്ക് വിലയുണ്ട്. യേശുവിൻ്റെ ഓരോ വാക്കെടുത്താണ് നമ്മൾ ധ്യാനിക്കുന്നത്. വാക്കുകൾക്ക് വളരെ വിലയുണ്ട്. ഇന്ന് കേരളത്തെ പിടിച്ചു കുലുക്കുന്ന ചില കാര്യങ്ങൾ, ജയിലിൽ പോകുന്നതും വഴക്കും എല്ലാം നടക്കുന്നതിൻ്റെ പുറകിൽ ചില വാക്കുകളാണ്. വാക്കുകൾ പറഞ്ഞതിൻ്റെ അർത്ഥം പല രീതിയിൽ പലരെടുത്തു. വാക്കുകൾ പറഞ്ഞപ്പോൾ ആ വാക്കുകൾ പലർക്കും പല രീതിയിൽ ഗ്രഹിക്കാൻ പറ്റി. അപ്പോൾ പല രീതിയിലെ വാക്കുകൾ ഉപയോഗിച്ചു. ചെറിയ ചെറിയ വാക്കുകൾ. ആ ഒരൊറ്റ വാക്ക് നിമിത്തം പല വ്യക്തികൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ വലുതാണ്. അതിൻ്റെ പേരിലുള്ള കേസുകളും സംഭവങ്ങളും അല്ലേ. ഒരു വാക്ക്, നമ്മൾ പറയുന്ന ഓരോ വാക്കിനും വിലയുണ്ട്. അതുമാത്രമല്ല, നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ന്യായവിസ്താരത്തിൽ കണക്ക് കൊടുക്കണമെന്ന്. നമ്മൾ പറയുന്ന ഓരോ വാക്കും വിലയേറിയതാണ്. കേൾക്കാൻ വേഗതയും പറയുവാൻ താമസവും ഉള്ളതായിരിക്കണമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. ഇന്ന് നമ്മൾ യോഹന്നാൻ 17-ന്റെ 7-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്ന് ആകുന്നു. കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചാണ് അവിടെ യേശു പറയുന്നത്. പിതാവിൻ്റെ വചനം, നീ എനിക്ക് തന്ന എല്ലാം നിന്റെ പക്കൽ നിന്നാകും. അതൊന്നുകൂടി ഞാൻ വായിക്കാം. നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നാകും എന്ന് അവർ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവം യേശുവിനെ
കുറേ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചു. യേശു ക്രൂശ് വരെ ആ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നു. എല്ലാം നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നാണ്. ഞാൻ ഈ ഭൂമിയിൽ വന്നിട്ട് എൻ്റേതായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ ഏറ്റവും വലിയ പരാജയം അവിടെയാണ്. നാം ദൈവത്തെ സേവിക്കുന്നു എന്ന് പറഞ്ഞിട്ടും നാം നമ്മുടേതായ വാക്കുകളും നമ്മുടേതായ ചിന്താഗതികളുമായിട്ട് ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയുന്നില്ല. യോശുവയോട് ഒരു വിജയരഹസ്യം പറഞ്ഞു കൊടുത്തു. ഞാൻ മോശയോട് കൂടി ഇരുന്നത് പോലെ നിൻ്റെ കൂടെ ഇരിക്കാം. നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, രാപ്പകൽ എൻ്റെ വചനം ധ്യാനിച്ചാൽ മതി. അത് നിൻ്റെ വായിൽ നിന്ന് മാറിപ്പോകരുത്. കാരണം അത് ഞാൻ മോശയുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. അത് നീ വിശ്വസ്തയോടെ ഉപയോഗിച്ചാൽ നിന്റെ ജീവകാലത്ത് ഒരുത്തനും നിന്റെ നേരെ നിൽക്കില്ല. ദൈവം ഏൽപ്പിച്ചത് നമ്മൾ കൈകാര്യം ചെയ്താൽ നാം ഒരിക്കലും പരാജയപ്പെടില്ല. അവിടെ യേശു പറയുകയാണ്, നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നാകും. ദൈവം ഏൽപ്പിക്കുന്നത് ആരെയാണ്? വിശ്വസ്ത മനുഷ്യരെയാണ്. 2 തിമോത്തിയോസ് 2:2 2T എന്നാണ് അതിനെ പല പ്രഭാഷകന്മാർ ഉപയോഗിക്കുന്ന വാക്ക്. 2T 2 തിമോത്തിയോസ് 2:2 ഓർത്തിരിക്കാൻ അത് എളുപ്പമാണ്. അതൊരേറ്റവും ദൈവമനുഷ്യർ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യങ്ങളിൽ ഒന്നാണ്. അതായത്, നീ പല സാക്ഷികളുടെയും മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ സമർത്ഥരായ മനുഷ്യരെ ഭരമേൽപ്പിക്കുക എന്നല്ല, സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. എന്നിൽ നിന്ന് കേട്ടതെല്ലാം ഉപദേശിക്കുവാൻ സമർത്ഥരായവർ മാത്രം പോരാ, വിശ്വസ്ത മനുഷ്യർ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെയൊക്കെ കൂടെ ഒത്തിരി സമർത്ഥരായ മനുഷ്യരുണ്ട്. നമ്മൾ അവരെയാണ് എല്ലാ കാര്യങ്ങളും മിക്കവാറും ഏൽപ്പിക്കാറുള്ളത്. സമർത്ഥരായവർക്ക് പിന്നത്തേതിൽ ഉപായപ്രയോഗത്തിനും സാമർഥ്യമുണ്ട്, ചതിക്കാനും സാമർഥ്യമുണ്ട്, പല കാര്യത്തിലും സാമർഥ്യം ഉണ്ടാകും. അവർക്ക് ഒരു കാര്യത്തിൽ മാത്രമല്ല സാമർഥ്യം. അതുകൊണ്ട് സമർത്ഥരായവരെയല്ല പല കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത്, സമർത്ഥരായ വിശ്വസ്ത മനുഷ്യർ. അപ്പോൾ തന്നെ വിശ്വസ്ത മനുഷ്യർ ഒത്തിരി പേരുണ്ട്. അവരൊരു കാര്യം ഏൽപ്പിച്ചെന്ന് കരുതി അത് ഭംഗിയായിട്ട് നടക്കണമെന്നില്ല, അവർ സമർത്ഥരും കൂടിയാകണം. അങ്ങനെയുള്ളവരെ ഏൽപ്പിക്കണം. അപ്പോൾ നാം അറിയേണ്ട ഒരു സത്യം, ദൈവം തരുന്ന സാമർഥ്യം ഈ ലോകത്തിൽ നിന്ന് കിട്ടിയ സാമർഥ്യമല്ല. രാഷ്ട്രീയ രംഗത്ത് ഉള്ള സാമർഥ്യം അത് പരിശുദ്ധാത്മാവിലാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ലോകത്തിൽ പലരും കാണിക്കുന്ന സാമർഥ്യങ്ങൾ അത് പരിശുദ്ധാത്മാവിലാകണമെന്നില്ല. എന്നാൽ ദൈവരാജ്യത്തിൽ എന്ത് ചെയ്യണമെങ്കിലും പരിശുദ്ധാത്മാവ് തരുന്ന സാമർഥ്യം. അതായത് ബെസലേലിന് ദൈവം വലിയ സാമർഥ്യം കൊടുത്തു. എന്താണ്? അടിപ്പ് പണിയാലും കൊത്തുപണിയാലും ഒക്കെ ചെയ്യാൻ, നെയ്ത്ത് പണിയാലൊക്കെ കാര്യങ്ങൾ ചെയ്ത് സമാഗമന കൂടാരത്തിലെ പണികൾ മുഴുവൻ ചെയ്യുവാൻ ഉള്ള സാമർഥ്യം പരിശുദ്ധാത്മാവ് ബെസലേലിന് കൊടുത്തു. സാമർഥ്യം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അത് നാം ഇരുന്ന് നാം ദൈവത്തിൽ നിന്ന് വാങ്ങേണ്ട ഒന്നാണ്. അപേക്ഷിച്ച് വാങ്ങണം. ശലോമോൻ വലിയ സമർത്ഥനായിരുന്നു. എന്നാൽ ഏറ്റൊടുവിൽ അവൻ വിശ്വസ്തനായി എന്ന് പറയാൻ പറ്റില്ല. സമർത്ഥനായവനായി മാറി. ദൈവം അവന് സാമർഥ്യം കൊടുത്തു, ഒരു രാജ്യത്തെ കൊണ്ടുപോകാനുള്ള സാമർഥ്യം. എന്നാൽ ഏറ്റൊടുവിൽ അവൻ ദൈവത്തിന് വിശ്വസ്തനായി മാറിയില്ല. അതുകൊണ്ട് അവൻ്റെ രാജ്യം തകർന്നു പോയി. വിശ്വസ്തതയും സാമർഥ്യവും ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. നിങ്ങളുടെ വീട് അത്ഭുതമാക്കാൻ നിങ്ങൾക്ക് വിശ്വസ്തതയും
സാമർത്ഥ്യവും ആവശ്യമാണ്. നിങ്ങളുടെ വീടിനോട് നിങ്ങൾക്ക് വളരെയധികം വിശ്വസ്തത വേണം. വീടിനോട് വിശ്വസ്തത വേണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോട് വിശ്വസ്തത വേണം. ദൈവം തന്നതാണ് വീട്. വീടിനോട് വിശ്വസ്തരാകണമെങ്കിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു ജ്ഞാനം നമുക്ക് വേണം. എന്താണ്? എൻ്റെ വീട് എനിക്ക് ദൈവം തന്നതാണ്. ഈ വീടിനെ ഞാൻ പണിതെടുക്കും, എൻ്റെ കുടുംബത്തെ പണിതെടുക്കും, എൻ്റെ അമ്മയെ, എൻ്റെ അപ്പനെ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കളെ എല്ലാം ഞാൻ മുഖാന്തരം ഒരു അനുഗ്രഹത്തിൽ എത്തിക്കും. അതൊരു വാശിയാണ്. സാമർത്ഥ്യത്തോടെ ആ വീടിന് വേണ്ടി അധ്വാനിക്കും. വിശ്വസ്തയോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കും. അപ്പോൾ ഒരു കുടുംബം വിശ്വസ്ത മനുഷ്യരുടെ കയ്യിലാണെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടും. സാമർത്ഥ്യം മാത്രമുള്ളത് രക്ഷപ്പെടണമെന്നില്ല. പല പെൺകുട്ടികളുടെയും ജീവിതത്തിൽ വിവാഹാലോചന വരുമ്പോൾ സമർത്ഥരായ ചെറുപ്പക്കാരെ നോക്കും. നല്ല സാമർത്ഥ്യമുള്ള പെൺകുട്ടിയാണ് അത് നോക്കും. അത് അമിത സാമർത്ഥ്യം ഉണ്ടാകും ചിലരിൽ. എന്നാൽ ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തതയുള്ളവരാണെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ, അനുഗ്രഹങ്ങൾ നടക്കും. മറ്റൊരു വാക്യം വായിച്ചാൽ എബ്രായ ലേഖനം 3:2, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനായിരുന്നു. മോശ വിശ്വസ്തനായിരുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ യേശു കർത്താവും തന്നെ നിയമിച്ചാക്കിയവനെ വിശ്വസ്തനായിരുന്നു. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. അവർ പറയും, ഞങ്ങൾ ദൈവത്തോട് വിശ്വസ്തരാണ്, മനുഷ്യരോട് ഞങ്ങൾക്ക് വിശ്വസ്തത താല്പര്യമില്ല. ദൈവത്തോടുള്ള വിശ്വസ്തത പോലെ തന്നെ മനുഷ്യരോട് നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഞങ്ങൾ ദൈവത്തെ അനുസരിക്കും, മനുഷ്യനെ ആരന്വേഷിക്കുന്നു, ഇങ്ങനെ പറയുന്നവരെ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മുകളിൽ ദൈവം ആക്കിയ എല്ലാവർക്കും നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങൾ പോകുന്നിടത്ത്, നിങ്ങൾക്ക് മുകളിലുള്ള നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, സഹോദരവർഗങ്ങൾ മൂത്തതാണോ, അവർ മുകളിലാണോ, അവർക്കെല്ലാം, ഗുരുജനങ്ങൾക്ക്, അധ്യാപകർക്ക്, സഭാ ശുശ്രൂഷകർക്ക് ഏതെല്ലാം അധികാരങ്ങളുണ്ടോ അതിലെല്ലാം നമ്മൾ വിശ്വസ്തരായിരിക്കണം. അല്പത്തിൽ വിശ്വസ്തരെയെല്ലാം ദൈവം അധികത്തിൽ വിചാരകരാക്കിയിട്ടുമുണ്ട്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 25:21 അവിടെ കർത്താവ് പറയുന്ന ഒരു ഉപമയിൽ പറയുന്നുണ്ട്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. നീ വിശ്വസ്തനായിരുന്നു, നീ അല്പമേ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചുള്ളൂ, അതിൽ നീ വിശ്വസ്തനായിരുന്നു, നിന്നെ ഞാൻ അധികത്തിൽ വിചാരകനാക്കും. അതാണ് കർത്താവിൻ്റെ സ്വഭാവം. ഏൽപ്പിച്ച ചെറിയ കാര്യങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്നവരാണോ, നിങ്ങൾ അടുത്ത ലെവലിലോട്ട് ദൈവം നിങ്ങൾക്ക് പ്രമോഷനുകൾ തരും. ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് ദൈവവേലയാണെന്നും, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിൽ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും എന്നെ ദൈവം ഏൽപ്പിച്ചതാണെന്നുള്ള ബോധ്യത്തിൽ അതിനെ ചെയ്യുമെങ്കിൽ നിങ്ങൾ അധികത്തിൽ വിചാരകരാണ്. ദൈവം നിങ്ങളെ കൃപാവരങ്ങളാൽ നിറയ്ക്കും. ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെ ദൈവം ഒരു അത്ഭുത സാക്ഷിയാണ്. അതുകൊണ്ട് നിങ്ങൾ പോകുന്ന ലോക്കൽ ചർച്ചിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്തിരിക്കണം. ഞങ്ങളോട് ആ പാസ്റ്റർ ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ഒരു ജോലിയും തന്നിട്ടില്ല, കസേരയിടാൻ, അവിടെ തൂത്തുവാരാൻ, ഇതൊക്കെ ആരോടും പറഞ്ഞിട്ട് വേണ്ട. രണ്ട് രീതിയിൽ ദൈവസഭയിൽ ജോലിക്കാരെ ആക്കാറുണ്ട്. ചിലരെ വിളിച്ച് അവർക്ക് കുറച്ച് ഉത്തരവാദിത്വം കൊടുക്കും, നിങ്ങളിത് ചെയ്യണം, ഇത് ചെയ്യണം, ഇന്നയാൾ ഇന്നത് ചെയ്യണം. എന്നാൽ അങ്ങനെ പലരും പരാജയപ്പെടാറുണ്ട്. ഞാനൊക്കെ ആരംഭ സമയത്ത് അങ്ങനെ ഏൽപ്പിക്കുക. എന്നാൽ വേറെ ചിലരുണ്ട്, അവരെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല, അവർ വന്നിങ്ങനെ ചെയ്യുകയാണ്. ചെയ്ത് 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 അവരങ്ങാട് അതിലായിപ്പോവുകയാണ്. അവരെ ഒന്നും ഏൽപ്പിച്ചതല്ല, എന്നാൽ അവരത് ചെയ്ത് 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 അവരെ ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നതാണ് ശരിയായ കർത്താവിൻ്റെ വേല. മാറ്റി നിർത്താൻ പറ്റുന്നില്ല. ചിലരെ ഏൽപ്പിച്ചിട്ട് ചെയ്യുന്നില്ല, എന്നാൽ ചിലരെ അതിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. കാരണം അതുപോലെ
അവരില്ലാതെ ചിന്തിക്കാൻ കഴിയില്ല. ഇന്ന് എൻ്റെ കൂടെയുള്ള പലരും അങ്ങനെയുള്ളവരാണ്. ഏൽപ്പിച്ചത് അല്ല, എന്നാൽ അറിഞ്ഞ് ചെയ്യുന്നവർ. അറിഞ്ഞ് ചെയ്യുന്നവരുണ്ട്, പറഞ്ഞാൽ ചെയ്യുന്നവരുണ്ട്, പറഞ്ഞാലും ചെയ്യാത്തവരുണ്ട്. എന്നാൽ അറിഞ്ഞ് ചെയ്യുന്നവർ, യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞ് ചെയ്യുന്ന ദാസൻ എന്ന് യേശു ഉപമ പറഞ്ഞു. അറിഞ്ഞ് ചെയ്യുക. പിതാവിൻ്റെ ഇഷ്ടം അറിഞ്ഞ് ചെയ്ത പുത്രൻ, പിതാവിൻ്റെ വാക്കുകൾ മുഴുവനും അതുപോലെ പൂർത്തിയാക്കിയ പുത്രൻ. അതാണ് നമ്മൾ യോഹന്നാൻ 17 വായിച്ച വാക്യം. നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നാവും. ദൈവം ഏൽപ്പിച്ചത് എല്ലാം, ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ഏൽപ്പിച്ചതെല്ലാം, അതിൽ താൻ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അല്പത്തിൽ വിശ്വസ്തർ അധികത്തിൽ വിചാരകരാകും എന്നുള്ള സത്യം നിങ്ങൾ അറിയണം. ഈ പുതിയ വർഷത്തിൽ നിങ്ങൾ ചെറിയ കാര്യങ്ങളിലൂടെ തുടങ്ങുക. ഈ വർഷത്തിൻ്റെ അന്ത്യം വരുമ്പോൾ അതിമഹത്തായ ചില ശുശ്രൂഷകളിൽ നിങ്ങൾ കുതിച്ചു പാഞ്ഞിരിക്കും. നിങ്ങളത് ആ ശുശ്രൂഷയോട് കാണിക്കുന്ന ആത്മാർത്ഥത പോലെ ഇരിക്കും നിങ്ങളുടെ ഈ വർഷത്തിൻ്റെ ഒടുവിൽ നിങ്ങൾക്കുണ്ടാകുന്ന മാന്യതയും നിങ്ങൾക്കുണ്ടാകുന്ന വളർച്ചയും. ദൈവരാജ്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഹൃദയവും മനസ്സും തുറന്ന് ദൈവത്തിൻ്റെ ഹിതപ്രകാരം എൻ്റെ പിതാവ് എനിക്ക് തന്ന ജോലിയാണെന്ന് പറഞ്ഞ്, ആ വാക്യം അങ്ങനെയാണ് നമ്മൾ വായിച്ചത്. നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നായിരുന്നു. പിതാവേ, നീ എനിക്ക് തന്നതാ, ഈ ജോലി എന്നെ ഏൽപ്പിച്ചതാ. കർത്താവേ, നീ എനിക്ക് തന്ന ജോലി, വിശ്വസ്തത. അങ്ങനെ ചെയ്യുവാൻ കർത്താവ് ഈ പുതിയ ആഴ്ച മുതൽ, ഇന്നു മുതൽ കർത്താവ് കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്തി അധികത്തിൽ വിചാരകരാകുന്ന ഒരു പരിശീലനം യേശുവേ അങ്ങയെ കണ്ട് ഞങ്ങൾ പഠിക്കുകയാണ്. അങ്ങ് ചെറിയ കാര്യങ്ങളിൽ ആരംഭിച്ചു. ഒരാശാരി പണിക്കാരനായി തുടങ്ങി. ജോസഫിനും മറിയക്കും കീഴടങ്ങിയിരുന്നു. ഒരു കൊച്ചു വീട്ടിനകത്ത് താൻ അങ്ങ് വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് ഭൂമിയിലെ വലിയ ദൗത്യം പിതാവേ അങ്ങ് ഈ പുത്രനെ ഏൽപ്പിച്ചതിനായിട്ട് നന്ദി. ഭൂമിയെ മുഴുവനും മാറ്റിമറിക്കുന്ന വലിയൊരു ദൗത്യം തീർക്കാൻ ചെറിയ കാര്യങ്ങളിലൂടെ തുടങ്ങിയ കർത്താവിനെ പോലെ ചെറിയ കാര്യങ്ങളിലൂടെ തുടങ്ങി ഭൂതലത്തെ മുഴുവനും തൊടുന്ന വലിയ ഉണർവിൻ്റെ ഭാഗമായി തീരുവാൻ ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ചെറിയ തുടക്കങ്ങളിലൂടെ വലിയ കുതിപ്പ് അവർക്കുണ്ടാകട്ടെ. അതിനുള്ള എരിവ്, അതിനുള്ള ഉത്സാഹം, അതിനുള്ള ആഗ്രഹം, അതിനുള്ള പ്രാർത്ഥന എല്ലാം ഈ മക്കൾക്കുണ്ടാകട്ടെ. ഈ വീടുകളിൽ ദൈവവേല ചെയ്യാനുള്ള എല്ലാവിധ ആവേശവും അവർക്കുണ്ടാകട്ടെ. എല്ലാ തടസ്സങ്ങളെ അവർ അതിജീവിക്കട്ടെ. പരിശുദ്ധാത്മാവ് അത് ചെയ്യണം. സൗഖ്യവും വിടുതലും അവർക്കുണ്ടാകട്ടെ. ദൈവസഭ പണിയുവാൻ, ആത്മാക്കളെ നേടുവാൻ, രാജ്യത്തെ ദൈവരാജ്യത്തിലാക്കുവാൻ ഈ മക്കളെ ഉപയോഗിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിൻ്റെ കരം നമ്മോട് കൂടിയിരിക്കും. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുവാൻ ആര് രംഗത്ത് വരുന്ന അവരുടെ കൂടെ യേശു ഉണ്ടാവും. അവരുടെ കൂടെ ദൂതന്മാരുണ്ടാകും. അവരുടെ കൂടെ ദൈവകരമുണ്ടാകും. നെഹമ്യാവ് അതിനുവേണ്ടി ഒരുങ്ങിയപ്പോൾ രാജാവും ദൈവവും നാടുവാഴികളും എല്ലാം തനിക്ക് അനുകൂലമായി. ഇതുപോലെ എന്തെങ്കിലും കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വിശ്വാസത്താൽ ദൈവത്തിന് വേണ്ടി ഞാനത് ചെയ്യുമെന്നുള്ള ദാഹത്തോടെ, പ്രാർത്ഥനയോടെ ഈ പുതിയ വർഷം വലിയ കാര്യങ്ങൾ ചെയ്യാൻ യേശു നമ്മെ സഹായിക്കട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ആമേൻ.